മാസപ്പടി കേസിലെ ചോദ്യം ചെയ്യലിൽ നിന്നും തൽക്കാലത്തേക്ക് തടിതപ്പിയെങ്കിലും മുൻ മുഖ്യമന്ത്രിയുടെയും നിലവിൽ പ്രതിപക്ഷ നേതാവിന്റെയും മകളെന്ന പരിഗണനയൊന്നും വീണ വിജയന് ഇനി കിട്ടാനിടയില്ല. മുൻ മന്ത്രിയും നിലവിൽ MLAയുമായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ എന്ന പരിഗണനയും നിയമത്തിന് മുന്നിൽ വീണയ്ക്ക് ലഭിച്ചേക്കില്ല. അത്രമേൽ കുരുക്കുമുറുക്കിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ കള്ളപ്പണ ഇടപാടിൽ വീണ വിജയനെ പൂട്ടാൻ ED നടത്തുന്ന കരുനീക്കങ്ങൾ കലാശക്കൊട്ടിലേക്ക് അടുക്കുന്നു. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞ ED കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ്. EDയുടെ ചോദ്യമുനയിൽ നിൽക്കുന്ന വീണയുടെ അറസ്റ്റ് ഉണ്ടായാൽ അധികാരത്തിന്റെ പിൻബലത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കോഴ വാങ്ങിയെന്ന നാണക്കേട് വേറെ. ഏതായാലും കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും നാണം കെട്ട സംഭവ വികാസങ്ങൾ അടുത്ത ദിനങ്ങളിലായി നമുക്ക് പ്രതീക്ഷിക്കാം. ED അന്വേഷണം അധികാരപരിധി മറികടന്ന് നടന്ന CMRLന്റെ വാദം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഇടിക്കട്ടയ്ക്കും വെല്ലുവിളിക്കും മാത്രമല്ല, നിയമവഴിയിലും EDയെ തടയാൻ കഴിയില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. സ്വകാര്യ കരിമണൽ കമ്പനിക്ക് വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും എന്ത് സേവനമാണ് നൽകിയതെന്ന സുപ്രധാന ചോദ്യത്തിന് മുന്നിൽ ഇനിയും വ്യക്തമായ ഉത്തരം നൽകാനാകാതെ വന്നാൽ കേസിൽ ഉൾപ്പെട്ടവർ അഴിയെണ്ണേണ്ടി വരുമെന്ന കാര്യം പകൽ പോലെ വ്യക്തം. വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIOയുടെ കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ട 134 സുപ്രധാന രേഖകളും EDക്ക് കേസിലേക്കുള്ള വഴി കൂടുതൽ തെളിയിച്ചിരിക്കുകയാണ്. 2016 മുതൽ 2020-21 വരെ വീണയുടെ എക്സാലോജിക് കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2,78,00,000 രൂപ വാങ്ങിയെന്നതാണ് കണ്ടെത്തൽ. കമ്പനി ലാഭവിഹിതം നൽകാതിരുന്ന കാലയളവിൽ പോലും മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും ചേർന്ന് 30.63 കോടി രൂപ പ്രതിഫലമായി കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ സാമ്പത്തിക ക്രമക്കേടുകളിലൂടെ സമാഹരിച്ച പണം എവിടെയെല്ലാം വിനിയോഗിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് EDക്ക് വ്യക്തമായ തെളിവുകൾ ലഭിച്ചുവെന്നാണ് വിലയിരുത്തൽ. കൂടാതെ 2016 ഡിസംബർ 30-ന് CMRLുമായി വീണയുണ്ടാക്കിയ കരാറിന്റെ പകർപ്പ്, 2017 മാർച്ച് 2-ന് എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ, എക്സാലോജിക് നൽകിയ സേവനങ്ങളുടെ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശങ്ങൾ, വീണയുമായി കമ്പനി നടത്തിയ ലോൺ ഇടപാട് രേഖകൾ അടക്കം മുഴുവൻ സാമ്പത്തിക ഇടപാട് രേഖകളും ED ശേഖരിച്ചു കഴിഞ്ഞു. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ അറസ്റ്റിലായാൽ CPM രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിത്തറയാണ് കേരളത്തിൽ ഇളകാൻ പോകുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. കേസിൽ ഉൾപ്പെട്ടവരുടെ അക്കൗണ്ടുകൾ ലോക്ക് ചെയ്തതോടെ പണത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടേക്കായിരുന്നു എന്ന് കൃത്യമായി കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടുണ്ട്. CMRL കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ പട്ടിക ED തയ്യാറാക്കിയ സാഹചര്യത്തിൽ മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖരും കുടുങ്ങാനുള്ള സാധ്യതയും തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്ന നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അതായത് CMRLും വീണയും മാത്രമായിരിക്കില്ല അതിന്റെ ലക്ഷ്യമെന്ന് ചുരുക്കം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.